പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമുക്ക് ദൈവസേനയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തെ പറ്റിയാണ് നമ്മൾ കേൾക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ശിമയോൻ, ശിമയോൻ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നീ സഹോദരങ്ങളെ കൂടി പ്രാർത്ഥിക്കുക. ശിമയോൻ, ശിമയോൻ, നിന്നെ പിശാച് വല്ലാതെ വലയ്ക്കാൻ നോക്കുന്നുണ്ട്. നിന്നെ വല്ലാതെ പിശാച് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ സഹോദരങ്ങളെ കൂട്ടി പ്രാർത്ഥിക്കുക. നമുക്കും അല്പസമയം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ, നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതെ വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ 29-31 വാക്യങ്ങൾ 29-31 വാക്യങ്ങൾ ഇങ്ങനെയാ പറയാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കർത്താവേ, അവരുടെ ഭീഷണിയെ അങ്ങ് കാണണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കാൻ അവിടുത്തെ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച് സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവത്തിന്റെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവത്തിന്റെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ, ദൈവത്തിന്റെ വചനം നമ്മുടെ ആദരങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ വചനം സംസാരിക്കുവാൻ ഞങ്ങൾ അയോഗ്യരാണ്. അത് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. അവിടുത്തെ ആത്മാവില്ലാതെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ വർഷിക്കാതെ ഞങ്ങൾക്കൊരു വചനവും ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. അവിടുന്ന് പറഞ്ഞല്ലോ, യെരൂശലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. അവിടുത്തെ ആത്മാവ് വരുമ്പോൾ ഞങ്ങൾ സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്നറിയണമേ. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരും പൂർണ്ണരാകട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്നും പാപബന്ധങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകട്ടെ. ദൈവഹിതം നിറവേറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അതെങ്ങനെയാ പറയുക? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാൻ പാടില്ല. പിന്നെയോ വിശ്വസിക്കാത്തവൻ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. ഇങ്ങനെ പറഞ്ഞ് 3:16 പറയാണ്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ
തന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. കാരണം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾക്കിന്ന് അന്ധകാരമാണ് ആഗ്രഹം. എല്ലാ മനുഷ്യരും പ്രകാശത്തിലേക്ക് വരാൻ ഇഷ്ടമല്ല. നമ്മൾക്കെല്ലാവർക്കും രഹസ്യമുണ്ട്. നമ്മൾ എപ്പോഴും രഹസ്യം പറയുന്നവരാണ്. നമ്മൾ എപ്പോഴും രഹസ്യം പറയും. നമ്മൾ രഹസ്യം പറയുന്നത് എന്താണ്? മറ്റൊരാൾ കേൾക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ പ്രകാശത്തിലല്ല. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുക, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. മക്കളാകാനുള്ള കഴിവ് ആരിൽ വിശ്വസിക്കണം? യേശുവിൽ വിശ്വസിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്നവൻ തന്നെ സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും യേശുവിനെ സ്വീകരിക്കുന്നവരാണ്. മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു എന്നും ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ യേശു എത്രയോ സ്ഥലത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ മഹത്വം അവിടുന്ന് മാംസമായി രക്തമായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെക്കാൾ വിശ്വാസം ബ്ലാക്ക് മാസ്കറാണ്. അവരൊരു വിശുദ്ധ കുർബാന ചെന്നാൽ അവർക്ക് വാഴ്ത്തിയതാണ് അതാണെങ്കിൽ അവർക്കറിയാം, വാഴ്ത്താത്തതാണെങ്കിൽ അവർക്കറിയാം. അതിനവര് വാഴ്ത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് അവര് വലിയ പൈസ കൊടുക്കും. എന്നാൽ ഒരുവൻ പോലും നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകി, തന്റെ ശരീരം ഭക്ഷണമായി നൽകി നമ്മൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ വന്ന ആ ദൈവത്തിന്റെ മാംസവും രക്തവും നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തോടെയാണോ? വിശ്വസിച്ചാണോ സ്വീകരിക്കുന്നത്? നമുക്ക് ദൈവഭയമുണ്ടോ? യാക്കോബ് പറഞ്ഞു. യാക്കോബ് ഒരു തട്ടിപ്പുകാരനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ കവാടമാണ്. ഇവിടം ഇങ്ങനെ സ്വർഗത്തിന്റെ കവാടമാണ്, ദൈവത്തിന്റെ ഭവനമാണെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടാണോ ഒരു വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ഒരു ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്? വിശുദ്ധ കുർബാന നമ്മൾ വാഴ്ത്തുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തോടെയാണോ നമ്മൾ നിൽക്കുക? യാക്കോബ് പറഞ്ഞു. യാക്കോബ് തട്ടിപ്പുകാരനായിരുന്നെങ്കിലും ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ കാരണം അവൻ മലമുകളിൽ കുന്നിൻ ചെരുവിൽ ഒരു കല്ല് വെച്ച് ആരുമില്ലാത്തടുത്ത് ഒറ്റയ്ക്ക് കിടന്നപ്പോൾ അവൻ സ്വപ്നം കണ്ടു. ദൈവത്തിന്റെ ദൂതന്മാർ കോവണിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അവന് മനസ്സിലായി, അവനെ രക്ഷിക്കാൻ തന്റെ ദൈവം കൂടെയുണ്ട്. തന്റെ ദൈവം കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് യാക്കോബ് ഒരു പ്രതിജ്ഞ എടുത്തു. എന്താണ് പ്രതിജ്ഞ അറിയാവോ? ഞാൻ പോകുന്ന വഴിക്ക് എന്നെ അനുഗ്രഹിക്കുകയും ഞാൻ സമാധാനത്തോടെ തിരിച്ചു വരികയും ചെയ്താൽ എന്റെ ദൈവമായിരിക്കും എന്റെ ദൈവം. പറഞ്ഞ് ഈ കല്ല്, ഞാൻ തലയ്ക്ക് വെച്ച കല്ല് തൂണായിട്ട് ഇത് ദൈവത്തിന്റെ ആലയമായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ തലയ്ക്ക് വെച്ചത് അവനൊരു ദൈവത്തിന്റെ ആലയമായിരിക്കുമെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് കൊരിന്ത്യരുടെ ലേഖനത്തിൽ എഴുതിയിട്ടില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധമായ ആലയം നമ്മൾ പരിശുദ്ധമായി സ്വീകരിക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആലയത്തെ ഇത് ദൈവം വസിക്കുന്ന ആലയമാണെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ, നമ്മുടെ സഹോദരങ്ങൾ ഇത് ദൈവം വസിക്കുന്ന ആലയമുണ്ട് എന്ന് കണ്ടെങ്കിൽ നമുക്ക് വെറുക്കാൻ കഴിയുമോ? വിദ്വേഷത്തിൽ ജീവിക്കാൻ കഴിയുമോ? നമ്മൾക്ക് പരാതിപ്പെടാൻ പറ്റുമോ? നമ്മൾ ഉപദ്രവിക്കുമോ? കുടുംബത്തിൽ കലഹമുണ്ടാകുമോ? പരാതി ഉണ്ടാകുമോ?
നമ്മുടെ കുടുംബം പരാതിയും പരിവമുള്ളതായി തീരുമോ? ദൈവത്തിന്റെ ആലയമാണ് ഇത്, ദൈവം വസിക്കുന്ന ഒരാലയമാണെന്ന് കണ്ടാൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ മക്കൾ മാതാപിതാക്കളെയോ മാതാപിതാക്കൾ മക്കളെയോ എതിർക്കുമോ? കാരണം ദൈവത്തിന്റെ ആലയമാണത്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, നിന്റെ ഒരു ചെകിട് തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക. കാരണം നീ ദൈവത്തിന്റെ ആലയമാണ്, അത് നിന്റെ തന്നെ ജീവനാണ്, നിന്റെ ശരീരമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ദൈവിക ജീവനാണ്. അപ്പോൾ ഈ എല്ലാ ആലയത്തിലും ഉള്ളത് ആരുടെ ജീവനാണ്? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ ജീവൻ വസിക്കുന്നെങ്കിൽ ആ ജീവൻ നമ്മൾ എന്തുകൊണ്ട് ആ ജീവനെ ദൈവിക ജീവനായി കാണുന്നില്ല? അതുകൊണ്ടാണ് പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത്. 1 യോഹന്നാൻ 5 എന്ന് പറയാണ്, യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ പുത്രനെ സ്നേഹിക്കുന്നു. പിതാവിനെ ആര് സ്നേഹിക്കുന്നോ അവന്റെ പുത്രനെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിലുണ്ടോ? ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച സകല മനുഷ്യരും, ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും യേശുവിന്റെ ജീവൻ അതാണുള്ളത് എല്ലാവരിലും. അതുകാണ് പറഞ്ഞത്, ഒരു രഹസ്യം നിങ്ങളോട് രഹസ്യം പറയാൻ പോവുകയാണ്. എന്താണ് രഹസ്യം? ഈ യുഗങ്ങൾക്കെല്ലാം മുമ്പ് വെളിപ്പെടുത്തിപ്പെട്ടിരിക്കുന്ന രഹസ്യം ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. കൊളോസ്യരുടെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൽ അവസാനം പറയാണ്, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ക്രിസ്തുവിൽ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നമ്മളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത്. ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ അറിയുന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ എന്നറിയുന്നില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവകാശികളല്ലേ? നമ്മൾ അവകാശികളാണ്. എന്തിനാണ് അവകാശം? ലോകത്തിനല്ല. ലോകം അതിന്റെ മോഹങ്ങളും കടന്നുപോകും. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും. എന്നാൽ ദൈവത്തിന്റെ നമ്മൾ അവകാശം എന്താണ്? സ്വർഗത്തിന്റെ അവകാശികളാണ് നമ്മൾ. സ്വർഗത്തിനുള്ള അവകാശമാണ് നമുക്ക് വേണ്ടത്. ഈ അവകാശം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഏതെങ്കിലും പിതാവിന്റെ അവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ പിതാവിനെ അനുസരിക്കുന്നവരാകണം. പിതാവിനെ അനുസരിക്കാത്ത ഒരു മകനും പൂർണ്ണമായ അവകാശം ലഭിക്കുകയില്ല. പിതാവിനെ നമ്മൾ ഭൗതിക പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും ഒരു മകന് അവകാശം ലഭിക്കുമോ? അപ്പോൾ നമുക്ക് അവകാശം ലഭിക്കണമെങ്കിൽ, പിതാവിന്റെ അവകാശം നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ പിതാവിനെ അനുസരിക്കണം. പിതാവിനെ അനുസരിക്കണം എങ്ങനെയാണ്? ഒരു ധനികനായ യുവാവ്, നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് നന്മയാണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? യേശു പറഞ്ഞു, നല്ലവൻ ഒരു മാത്രം. നീ എന്തുകൊണ്ടാണ് നല്ലവൻ എന്ന് വിളിച്ചത്? നല്ലവൻ ഒരുവൻ മാത്രം. നിത്യജീവൻ പ്രാപിക്കുവാൻ നിനക്ക് പ്രമാണങ്ങൾ അറിയാമല്ലോ. പ്രമാണങ്ങൾ നിനക്ക് അറിയാം. അപ്പൊ യേശു പറഞ്ഞു, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷി നൽകരുത്, മാതാപിതാക്കളെ അനുസരിക്കണം, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാനിത് ചെറുപ്പം മുതലേ ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെറുപ്പം മുതലേ പാലിക്കുന്നതാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ഏതാണ് കുറവ്? ഏതാണ് കുറവ് നമുക്ക് പറയാമോ? ഏതാണ് കുറവ്? യേശു കണ്ട കുറവ് ഏതാ? പ്രമാണങ്ങൾ പറഞ്ഞല്ലോ, എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവൻ പങ്കുവയ്ക്കുന്നവനായിരിക്കും.
അവന്റെ സമ്പത്ത് പങ്കുവയ്ക്കാൻ, അവന്റെ ജീവിതം പങ്കുവയ്ക്കാൻ. നിയമത്തിൽ തന്നെ നമുക്ക് ദശാംശം കൊടുക്കാമെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഒരു ദിവസം 2.5 മണിക്കൂർ ദശാംശമായിട്ടുണ്ട്. ദൈവത്തിന് മാറ്റിവെക്കാൻ ഒരു ദിവസത്തിൽ 2.5 മണിക്കൂറുണ്ട്. നമ്മുടെ ആയുസിന്റെ അതെന്താണ്? സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലകാല വെളിച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന്റെ വിജ്ഞാപനമായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന്റെ വിജ്ഞാപനമാണ്. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനയോ? അപ്പോൾ നമ്മൾ ഈ വിജ്ഞാപനം സ്വീകരിക്കുന്നുണ്ടോ? പുലകാലത്ത് വെളിച്ചത്തിൽ നമ്മൾ എണീറ്റാല് ഏറ്റെങ്ങോട്ടാ ഓടുക? പുലകാല വെളിച്ചത്തിൽ എണീക്കില്ല. ഇപ്പം മക്കളൊക്കെ എണീക്കണമെങ്കിൽ 8 മണിയാകണം. പുലകാല വെളിച്ചത്തിൽ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന് വിജ്ഞാപനമാണെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ വിശ്വാസത്തിലാണോ? അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷികളുടെ കളാരവം നമ്മൾക്ക് രാവിലെ കേൾക്കാം. എന്താണ്? സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ വചനം കാതോർത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം കാതോർത്തിരിക്കുന്നു ആ പ്രപഞ്ചം മുഴുവനും. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ വചനം ധിക്കരിക്കുന്നു. കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം പറയുന്നതാണ്, നീ വചനം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. നീ വചനം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. നീ സമനസാധി ചെയ്യുന്നെങ്കിൽ നിനക്ക് അതിന് പ്രതിഫലമുണ്ട്. ആരുടെയെങ്കിലും പ്രേരണയ്ക്കാണ് നീ ചെയ്യുന്നെങ്കിൽ അതിന്റെ സന്തോഷമേ നിനക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നീ സ്വമനസാ ചെയ്യണം. വചനം പ്രഘോഷിക്കാൻ സ്വമനസാ നീ ചെയ്യുന്നെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ ത്യജിച്ചാൽ അതിന് 100 ഇരട്ടി ഞാൻ തരും. ഒരു പാത്രം വെള്ളം ഞാൻ നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചാൽ നിന്റെ സ്വർഗത്തിൽ നിന്റെ പേരെഴുതപ്പെടുമെന്ന് പറഞ്ഞു. നീ സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെടും. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നല്ലേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവപുത്രന്മാരാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഇന്ന് മിക്കപ്രകാരം ഞാൻ തോന്നുന്നു പറയാണ്, ഭക്ഷണസാമോ ദാഹജലത്തിന്റെ വറുതിയോ അല്ല, മറിച്ച് വചനം ലഭിക്കാത്തുള്ള ക്ഷാമമാണ് ഇന്ന് ലോകത്തിന്. വചനം ലഭിക്കാത്തുള്ള ക്ഷാമം. ഇന്ന് വചനം ലഭിക്കാത്ത ക്ഷാമം. ആരാ വചനം കൊടുക്കുക? ആരാ കൊടുക്കുക? കർത്താവ് പറഞ്ഞു. കർത്താവ് കണ്ട് ജനക്കൂട്ടത്തെ കൊണ്ടപ്പോൾ അവർക്ക് അവരുടെ മേൽ ആനുകമ്പ തോന്നി. അവർ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ വാക്യങ്ങൾ പറയുകയാണ്. 36-ാം വാക്യ പറയുന്നത്, അവർ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. പരിഭ്രാന്തരും നിസ്സഹായരുമായ ഒരു ജനക്കൂട്ടം നമ്മുടെ മുമ്പിലുണ്ട്. വചനം ലഭിക്കാത്തുള്ള ക്ഷാമമല്ലേ ഇന്ന് നമ്മളുടെ ഇടയിലുള്ള കൊലപാതകവും പ്രശ്നം. അച്ഛൻ പറഞ്ഞില്ലേ, കൊലപാതകം നമ്മുടെ ഹൃദയം വേദനിക്കണ്ടേ? കൊലപാതകം നിരന്തരം നടക്കുന്നു. തിന്മയോട് കൂട്ടുനിൽക്കുന്ന മനുഷ്യൻ ഇന്ന് നമ്മുടെ വിരുന്നുകളിൽ എന്താണ് വിളമ്പുക? നമ്മുടെ ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും വിരുന്നുകളിൽ എന്താ വിളമ്പുക? ഏറ്റവും പ്രധാനമാണ് മദ്യം. നമ്മുടെ വിരുന്നുകളിൽ മാമോദിസായ്ക്കായാലും പുസ്തക കുർബാനയ്ക്കായാലും കുർബാന സ്വീകരണത്തിനായാലും വിവാഹത്തിനായാലും ഇതെന്താണ്? ഒരു കുദാശ നടക്കുമ്പോൾ നമ്മൾ മദ്യം വിളമ്പുന്നില്ലേ? ഇത് അനുഗ്രഹമാണോ ശാപമാണോ? മദ്യപനും വ്യഭിചാരിയും സ്വവർഗപോയും കള്ളനും സ്വർഗരാജ്യം അവകാശമാക്കില്ല. മുമ്പേ പറഞ്ഞ താക്കീല് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പം മദ്യപനും സ്വവർഗപോയും കള്ളനും വ്യഭിചാരിയും ഇതാരും
സ്വർഗരാജ്യമാക്കുകയില്ല. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങളുടെ ഹൃദയം സുഖലോലുപത, മദ്യാശക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഒരു ദിവസം ഒരു കെണി പോലെ അത് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കുകയും ചെയ്യാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിലാണെന്ന് തോന്നുന്നു 31 വാക്യം പറയാണ്. ഞാൻ കൃത്യം ഓർക്കുന്നില്ല, മറന്നുപോയി. ഇപ്പൊ പെട്ടെന്ന് ഓർത്തുകൊണ്ടാണ് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, വചനം കൃത്യം ഓർക്കുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ജീവിതത്തിന്റെ മേഖലയിൽ നമ്മൾ ജീവിത വ്യഗ്രതയും കൊണ്ട് ഓടിയാൽ ആർക്കെന്ത് നേടാൻ കിട്ടും? കോടാനുകോടി പണം, സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ദരിദ്രനും കുബേരനും മരിച്ചാലും അവന്റെ കൈ വെറുതെ ഇങ്ങനെ. അതാണ് അലക്സാണ്ടർ പറഞ്ഞത്, എന്റെ കൈ മഞ്ചത്തിന് പുറത്തിട്ടേക്കണം. കാരണം എനിക്ക് ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു, എന്റെ ഭണ്ണാരത്തിൽ ഇഷ്ടം പോലെ സ്വർണമുണ്ട്, അതെന്റെ ശവമഞ്ചത്തിന് മുമ്പിൽ വെതറിയേര്, അതെന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 33 വയസ്സായപ്പോൾ വെറും ഒരു പനിയെ കീഴടക്കാൻ, ലോകത്തെ കീഴടക്കിയവന് ഒരു പനിയെ കീഴടക്കാൻ പറ്റിയില്ല. നമ്മളിൽ നിന്ന് പേപ്പറിൽ നോക്കിക്കേ, എല്ലാ പ്രായത്തിലുമുള്ള മനുഷ്യൻ, ചില ദിവസം 103, 105, ചില 115 വരെയും. എന്നാൽ 90 മുതൽ താഴെ എല്ലാ പ്രായത്തിലുള്ള മനുഷ്യൻ ഒരു പ്രായത്തിലാണ് മരിക്കുക. അമ്മയുടെ ഉദരത്തിൽ ചൈതന്യം വെച്ചത് എപ്പോഴാണെന്ന് നീ അറിയാത്തതുപോലെ തന്നെ നിന്റെ ജീവിതം ഇവിടെ നിന്ന് എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അമ്മയുടെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഏതെങ്കിലും ഡേറ്റ് അറിഞ്ഞിട്ടാണോ? അമ്മയുടെ ഉദരത്തിൽ ചൈതന്യം വെച്ചത് എപ്പോഴാണ് നമ്മെ അറിഞ്ഞോ? സഭാപ്രസംഗൻ 11 അധ്യായത്തിൽ പറയുകയാണ്, 5 വാക്യമാണെന്ന് തോന്നുന്നു. അമ്മയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിച്ചപ്പോൾ അത് നീ അറിയാത്തതുപോലെ നമ്മൾ അറിയുന്നില്ല. നിന്റെ അവസാനം എന്താണെന്ന് നീ അറിയുന്നില്ല. അതുകൊണ്ട് സൃഷ്ടാവിനെ സ്തുതിക്കണം, സൃഷ്ടാവിലേക്ക് കണ്ണുതിരിക്കണം എന്ന് നമ്മളോട് പറയുന്നു. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, വീണ്ടും പറയാണ്, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചേവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ലോകത്തിന്മേലുള്ള വിജയം എന്താണ്? വിശ്വാസം. എന്തിനുള്ള വിശ്വാസം? ധനം സമ്പാദിക്കാനുള്ള വിശ്വാസമല്ല. നമ്മൾ ഇന്ന് ഓരോ ധ്യാനത്തിനും ഓരോ കൂട്ടായ്മയ്ക്കും ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും പോകുന്നത് എന്തിനാ? വിശ്വാസം വർദ്ധിക്കാനാ? രോഗശാന്തി കിട്ടണം, സമ്പത്ത് കടം മാറണം. ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നമ്മൾ വെച്ചാൽ എല്ലാം മാറും. എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാന് ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ഇടയ്ക്ക് ശകലം ഇച്ചിരി മാറി നിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാന് കച്ചവടത്തിൽ പരാജയപ്പെട്ട് 27 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്നു. 27 ലക്ഷം രൂപ നഷ്ടം വന്ന് ഞാന് ഇതങ്ങനെ പറമ്പിലുള്ള കവുങ്ങ് മുഴുവൻ മഞ്ഞളിപ്പ് പിടിച്ചതിന് ശേഷമാണ് ഇത് വന്നത്. പറമ്പിലൊരു 10-65 കിൻഡിൽ കൊട്ടടയ്ക്കാൻ കിട്ടാനുള്ള കവുങ്ങുണ്ടായിരുന്നു, അത് മുഴുവൻ ആദ്യം പോയി. എന്നിട്ട് നഷ്ടം വന്നു. വേറെ ആദായം ഭാര്യയായിട്ടില്ല. കുറച്ച് കൊക്കോയുണ്ട്, അരച്ചു കൂട്ടാൻ തേങ്ങ 10-30 തേങ്ങയോ ഉള്ളു. അതിനിപ്പോൾ അരച്ചു കൂട്ടാനല്ലേ കിട്ടുള്ളൂ. അതിനുള്ള തേങ്ങായും പിന്നെ എങ്ങനെ പോകും? അതിനോട് കൂടെ എൻ്റെ മോള് BSc നേഴ്സ് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് 6 മാസമായപ്പോഴേക്കും അവളുടെ പൈൻഗ്രാസ് മറ്റേ ഒരു ഗ്രന്ഥിയുണ്ട്, ആ ഗ്രന്ഥി പൊഴിഞ്ഞു പോയില്ല. 7 വയസ്സാകുമ്പോൾ പൊഴിഞ്ഞു പോകാൻ ഗ്രന്ഥി അത് വളർന്ന് 1 കിലോ വലുപ്പമായി. അവർ പറഞ്ഞു, ഇനി 4 മാസേ ജീവിക്കുകയുള്ളൂ ഈ കൊച്ച്, അതുകൊണ്ട് വീട്ടിലേക്ക് വെക്കോട്ടെ. അങ്ങനെ ആ കൊച്ച് വീട്ടിലേക്ക് വന്നു. ഇവിടെ കച്ചവടം പൊളിഞ്ഞു. ഞാന് ലോൺ എടുത്ത് ഒരു അട്ടി, നേരത്തെ ആണെങ്കിൽ അട്ടി നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ കച്ചവടമൊക്കെ പൊളിച്ചപ്പം 3 ലക്ഷം രൂപ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഓടി ലോൺ എടുത്തിട്ട് അട്ടി നടത്തിക്കൊണ്ടിരുന്ന് അതങ്ങ് കത്തിപ്പോയി. 12 ചാക്ക് കൊപ്രയും 28 കിൻഡല് തേങ്ങായും ഉള്ളപ്പം വേറെ കുറെ സാധനങ്ങളോടി കത്തിപ്പോയി. വിനോദത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ വിനോദ ചെറിയ കച്ചവടമുണ്ട്,
മുന്നോട്ട് പോകണേ എങ്ങനെയാണെന്നറിയില്ല. പൈസ 13 ലക്ഷം കൊടുക്കാൻ ബാക്കിയാണ്. ബാങ്കില് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, പലിശ ഉണ്ടാക്കണം. കുര്യാച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുര്യാച്ചൻ പറഞ്ഞു, ഇനി കച്ചവടം ചെയ്യണ്ട, പിന്നെ എവിടുന്ന് പൈസ കിട്ടും? സഹോദരങ്ങളെ, അത്ഭുതകരമായി അവൻ എനിക്ക് എൽഡർ ഉണ്ടായിരുന്നു. എൽഡറെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഈ മകൾ രോഗമാണ്, ഇങ്ങനെയാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ സന്തോഷിച്ച് നടക്കണേ? എനിക്ക് തന്നെ നിങ്ങളുടെ കാര്യം പോകുമ്പോൾ ദുഃഖമാണ് തോന്നുന്നത്, എനിക്ക് കരയാൻ തോന്നുവാണ്, നിങ്ങളുടെ മുഖം എപ്പോഴും സന്തോഷമാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ദുഃഖിച്ചിട്ട് എന്താ കാര്യം? സൃഷ്ടിച്ചവന് ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞില്ലേ? എന്താണ് പദ്ധതി? നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അത് മാത്രമേ ഉള്ള പദ്ധതി. പിന്നെയുണ്ട്, അതിന്റെ അപ്പുറം ആരും പറയാറില്ല. പിന്നത്തെ പദ്ധതി പറയാണ്, നിങ്ങൾ എവിടെയായിരുന്നോ അവിടേക്ക് ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ആദ്യമായിരുന്ന എവിടെയാണ്? ദൈവത്തോടുകൂടെ. അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ് എന്റെ പദ്ധതി. ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് ചെല്ലുക. അതാണ് യെരമ്യാ 29:11 മുതൽ 14 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കുക. അവസാനം അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതി. ഞാനിവിടെ ഉത്കണ്ഠപ്പെട്ടാൽ, അതല്ലേ മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ പറയുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഭക്ഷണം ഉണ്ടായിട്ട് എന്താ കാര്യം ശരീരത്തിൽ ജീവനില്ലെങ്കിൽ? വസ്ത്രം നല്ലതുണ്ടായിട്ട് എന്താ കാര്യം ജീവനില്ലെങ്കിൽ? അപ്പോൾ ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? മത്തായി 11:28-30 പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്? ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഞാൻ ശാന്തശീലനാണ്, വിനീതഹൃദയനാണ്. എനിക്ക് വിനീതഹൃദയമാണോ? ഞാൻ അലറിപ്പാകുകയില്ലേ? എനിക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, എന്തെങ്കിലും വിഷയം വന്നാൽ ഞാൻ അലറിപ്പായുകയില്ലേ? ഞാൻ വിനീതഹൃദയനാകുമോ? ശാന്തശീലനാകുമോ? നമ്മുടെ വിശ്വാസം എവിടെയാണ്? യേശു പറഞ്ഞ, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മൾ ശാന്തശീലരാകണമെന്ന്. നമ്മൾ ഭക്ഷണത്തെപ്പറ്റിയും വസ്ത്രത്തെപ്പറ്റിയും ആകുലപ്പെട്ട് നടന്നാൽ, ഇതെല്ലാം ആലോചിക്കുന്ന വിജാതിയരല്ലേ? അപ്പൊ നമ്മളാണോ പിന്നെ നമ്മളെക്കാൾ വിശ്വാസം കൂടുതലാണോ കുറവാണോ മറ്റുള്ളവർക്ക്? നമ്മളെന്ന് നോക്കിക്കേ. ഒരു കോഴിക്കോട് ഒരു രാജമ്മയുണ്ട്, ഒരു മറ്റേ ഒരു ഭാരതി എന്ന് പറഞ്ഞ ഭാര്യ മറിയാന്ന പേര്, പിന്നെ ഒരു പങ്കജവല്ലിയുണ്ട്, പിന്നെ ഒരു ശ്യാമള എന്ന് ഇത് കോട്ടയത്തപ്പം. ഇവരെല്ലാം ഒരു 500 പേരെയെങ്കിലും ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ക്രിസ്തീയ സഭയിലേക്ക് അവരെല്ലാം വിജാതീയരായിരുന്നു. നമ്മൾ എത്ര പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? നമുക്ക് എത്ര പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേര് നമ്മൾ സുവിശേഷം പറഞ്ഞു? ശ്യാമള എന്ന് പറഞ്ഞ സ്ത്രീയെ പറയുകയാണ്, എന്റെ ഭർത്താവ് 3 പ്രാവശ്യം കൊല്ലാൻ എന്റെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ചു. പുള്ളി ഭയങ്കര ഒരു ഉദ്യോഗസ്ഥനാണ്, നല്ല ശമ്പളമുള്ള ഉദ്യോഗസ്ഥനാ. ഡൽഹിയിൽ പോയി അങ്ങനെ പുള്ളിക്കാരത്തിയുടെ വികൃതമായ രൂപമുള്ള 2 മക്കളായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് വചനം പറഞ്ഞ് ആ മക്കളെല്ലാം ഇന്നും 2 പേരും വളരെ ഇതാണ്. നമുക്ക് ആകെ അരമണിക്കൂറോളം ഉണ്ടാവട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളവർക്ക് സമയമായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാൻ. നമ്മളുടെ ജീവിതത്തെ പറ്റി നമുക്ക് വിശ്വാസം എവിടെയാണ്? നമ്മൾ വിശ്വസിച്ചാണോ ജീവിക്കുന്നത്?
നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? നമ്മൾക്ക് വിശ്വാസം എന്തിനാണ്? പണ്ടെല്ലാം പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൽ വിശ്വാസം കീശയിൽ ആശ്വാസം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം എവിടെയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിയാം. ദൈവത്തിലേക്ക് തിരിയാൻ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യവുമാണ്. ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസം അത് വെറും നിസ്സാരമാകുകയില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ, വിശ്വാസത്തിന്റെ വേര് ഞങ്ങളിൽ ഉറപ്പിക്കുവാൻ, ഒരുവൻ പോലും നശിച്ചു പോകരുന്ന പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, സകല ജനങ്ങളെയും ദൈവത്തിന്റെ വചനം എത്തിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യരും ദൈവത്തിലേക്ക് തിരിയുവാൻ ഒരുവൻ പോലും നശിക്കരുത്. അതുകൊണ്ടല്ലേ ദൈവദൂതന്മാരോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, ആട്ടിടയന്മാരെ പറഞ്ഞത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷം സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത് നമ്മുടെ എല്ലാം ഹൃദയത്തിലുണ്ട്. ആ ക്രിസ്തു നമ്മളിൽ ജീവൻ പ്രാപിക്കുവാൻ, വളരുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹം, പ്രകടമായ സ്നേഹം, സുദൃഢമായ സ്നേഹം, ദീപ്തമായ സ്നേഹം. സ്നേഹം, പ്രകടമായ സ്നേഹം, സുദൃഢമായ സ്നേഹം, ദീപ്തമായ സ്നേഹം. ഈ നിതാന്ത സ്നേഹമാണു ദൈവം, ഇതിരടിഞ്ഞ സ്നേഹമാണു വിശ്വാസം. ഈ നിതാന്ത സ്നേഹമാണു ദൈവം, ഇതിലറിഞ്ഞ സ്നേഹമാണ് വിശ്വാസം. വിശ്വാസം, 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 വിശ്വാസം. കൂടാരവാസികൾ നാം, ഇവിടെ പരദേശവാസികൾ നാം. കൂടാരവാസികൾ നാം, ഇവിടെ പരദേശവാസികൾ നാം. ശ്രേഷ്ഠമാം സ്വർഗീയ സിയോനിലെത്തുവാൻ വിശ്വാസമോടെ യാത്ര ചെയ്തിടാം. ശ്രേഷ്ഠമാം സ്വർഗീയ സിയോനിലെത്തുവാൻ വിശ്വാസമോടെ യാത്ര ചെയ്തിടാം. മറുചോദ്യമില്ലാത്ത വിശ്വാസം, മാറാത്ത മായാത്ത വിശ്വാസം. മറുചോദ്യമില്ലാത്ത വിശ്വാസം, മാറാത്ത മായാത്ത വിശ്വാസം. വിശ്വാസം, 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 വിശ്വാസം. വിശ്വാസമാം പാറയിൽ നീ നിസ്വാർത്ഥനായുറച്ചിടൂ. വിശ്വാസമാം പാറയിൽ നീ നിസ്വാർത്ഥനായുറച്ചിടൂ. ഉയരുന്ന തിരമാലയ്ക്കപ്പുറം ശാന്തനായി ദൈവത്തിൻ തിരുമുഖം
കാണുമേ. ഉയരുന്ന തിരമാലയ്ക്കപ്പുറം ശാന്തനാം ദൈവത്തിൻ തിരുമുഖം കാണുമേ. മറുചോദ്യമില്ലാത്ത വിശ്വാസം, മാറാത്ത മായാത്ത വിശ്വാസം. മറുചോദ്യമില്ലാത്ത വിശ്വാസം, മാറാത്ത മായാത്ത വിശ്വാസം. വിശ്വാസം 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 വിശ്വാസം. സ്നേഹം പ്രകടമായ സ്നേഹം, സുദൃഢമായ സ്നേഹം, ദീപ്തമായ സ്നേഹം. സ്നേഹം പ്രകടമായ സ്നേഹം, സുദൃഢമായ സ്നേഹം, ദീപ്തമായ സ്നേഹം. ഇനിതാത്ത സ്നേഹമാണു ദൈവം, ഇതിലരിഞ്ഞ സ്നേഹമാണു വിശ്വാസം. ഇനിതാത്ത സ്നേഹമാണു ദൈവം, ഇതിലലിഞ്ഞ സ്നേഹമാണു വിശ്വാസം. വിശ്വാസം